എല്ലാവർക്കും നമസ്കാരം. ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കപ്പ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. കപ്പ നീളത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കപ്പയൊക്കെ വെന്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴഞ്ഞ് പോകണ്ട, നമുക്ക് മെഴുക്ക് പറ്റിയായിട്ട് എടുക്കുമ്പോൾ ഉടഞ്ഞ് പോകരുത്, ആ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ വേവിച്ച് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, നല്ലപോലെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. അടച്ച് വച്ചേക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇടിച്ച മുളക് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം.
കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മസാലയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ ചുമ്മാ കഴിക്കാനും അതേപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ആക്കി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.